ആൽമരത്തിന്റെ തണുപ്പ് മായാതെ നിന്നു. അതായിരുന്നു അവരുടെ സൗഹൃദത്തിന്റെ തണൽ. ഒരേ ക്ലാസ്സിൽ, ഒരേ ബെഞ്ചിൽ, ഒരേ വഴിയിലൂടെ നടന്നുപോയ രണ്ടുപേർ. രമേശ് ശാന്തനും പുസ്തകപ്പുഴുവുമായിരുന്നു. സുരേഷാകട്ടെ കുസൃതിക്കാരനും കൂട്ടത്തിൽ തമാശക്കാരനും. സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നെങ്കിലും അവരുടെ സൗഹൃദം ആ ഗ്രാമത്തിലെ പാടവരമ്പിലെ വെള്ളം പോലെ ശാന്തമായി ഒഴുകി. പരീക്ഷാപ്പേടിയിൽ രമേശ് ഉറക്കം കളയുമ്പോൾ സുരേഷ് അവനെ കളിയാക്കിയും കഥകൾ പറഞ്ഞും ചിരിപ്പിക്കും. സുരേഷിന് കണക്കിൽ എന്തെങ്കിലും സംശയം വന്നാൽ രമേശ് അവന്റെ സംശയങ്ങളെ അലിയിച്ചുകളയും. അവരുടെ ഒത്തുചേരൽ മിക്കവാറും സ്കൂളിനടുത്തുള്ള ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലായിരുന്നു. വിശ്രമിക്കുമ്പോഴും കിട്ടിയ പലഹാരം പങ്കുവെക്കുമ്പോഴുമെല്ലാം ആ മരം അവർക്ക് കാവൽ നിന്നു. കാലം മുന്നോട്ടുപോയി. പഠനം കഴിഞ്ഞ് രമേശ് ദൂരെ നഗരത്തിൽ എഞ്ചിനീയറായി. സുരേഷ് നാട്ടിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. തിരക്കുകൾക്കിടയിൽ ആദ്യമൊക്കെ ഫോൺ വിളികൾ മുടങ്ങിയില്ലെങ്കിലും പതിയെ സംസാരങ്ങൾ കുറഞ്ഞു. പുതിയ സൗഹൃദങ്ങളും ജോലിയുടെ സമ്മർദ്ദങ്ങളും അവർക്കിടയിൽ ഒരു നേർത്ത മറ സൃഷ്ടിച്ചു. ഒരു മഴക്കാലത്ത് സുരേഷിന്റെ ബിസിനസ് വലിയൊരു പ്രതിസന്ധിയിലായി. എല്ലാം കൈവിട്ടുപോകുന്ന അവസ്ഥ. ആരെയും വിളിക്കാനോ സഹായം ചോദിക്കാനോ അവന് കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ സുരേഷിന്റെ പഴയ സൈക്കിൾ കടയുടെ മുന്നിൽ ഒരു കാർ വന്നുനിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് രമേശായിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ വിളിക്കുക പോലും ചെയ്യാതെ. "നീതൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ സുരേഷേ?" രമേശ് ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ പരിഭവമുണ്ടായിരുന്നില്ല. പകരം ആ പഴയ ആൽമരത്തിന്റെ തണൽ പോലെ ഒരുറപ്പുണ്ടായിരുന്നു. "എങ്ങനെ അറിഞ്ഞു?" എന്ന് ചോദിച്ചപ്പോൾ രമേശ് ചിരിച്ചു. "നമ്മൾ രണ്ടുപേർക്കും ഒരേ പാടവരമ്പിലൂടെ നടന്നുപോയ ഒരു ഭൂതകാലമുണ്ട് സുരേഷേ. അതിന്റെ ചുവട്ടിൽ വിശ്വാസം എന്നൊരു വേര് ഇപ്പോഴുമുണ്ട്. അത് പറിച്ചെറിയാൻ ഒരു തിരക്കിനും കഴിയില്ല." പിന്നീട് രമേശ് തന്റെ സ്വാധീനമുപയോഗിച്ച് സുരേഷിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അവന്റെ ബിസിനസ് വീണ്ടും പഴയ നിലയിലേക്ക് തിരികെ വന്നു. ഒരു വൈകുന്നേരം അവർ പഴയതുപോലെ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. അന്ന് കാറ്റിൽ ആടിയുലഞ്ഞ ആൽമരച്ചില്ലകൾക്ക് സൗഹൃദത്തിന്റെ ആഴം കൂടിയിരുന്നോ? രമേശ് ചോദിച്ചു. സുരേഷ് അവനെ നോക്കി ചിരിച്ചു. "ഈ മരം ഇപ്പോൾ കൂടുതൽ തണുപ്പ് തരുന്നുണ്ട് രമേശേ. കാരണം ഇതിന്റെ വേര് എത്ര ദൂരെ പോയാലും തിരികെ ഇവിടെത്തന്നെ എത്തുമെന്ന് ഇപ്പോൾ ഉറപ്പായി." അവരുടെ സൗഹൃദം ഒരു വാക്കായിരുന്നില്ല, അത് ഒരു വേരായിരുന്നു. എത്ര ദൂരേക്ക് വളർന്നാലും പരസ്പരം താങ്ങായി നിലകൊള്ളുന്ന, എന്നും തണൽ നൽകുന്ന ഒരു ജീവന്റെ വേര്. ഈ കഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അതോ പുതിയൊരു വിഷയം കണ്ടെത്തണോ?